ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു മൊഡ്യൂളാണ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗായിട്ട് ബന്ധപ്പെട്ട് തിയറി കുറേ അധികം കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രിലിംസിന് അതിൻ്റെ തിയറീസ് പഠിച്ചതാണ്. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻസ് ക്ലാസ് എല്ലാം പ്രോബ്ലം ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് കോസ്റ്റിങ്ങിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നിങ്ങൾ പ്രിലിംസിൻ്റെ ക്ലാസ് നോക്കിയിട്ട് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മളിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് കോസ്റ്റ് ഷീറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ്, അതായത് അവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ ആയാലും അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്നതായാലും ആ ഒരു ബിസിനസ്സിൽ പ്രൊഡക്ഷൻ നടത്തിയതിൻ്റെ ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റും പിന്നീട് എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറഞ്ഞത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഒരു ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസ് എത്രയാണ് യൂസ് ചെയ്തത്, ടോട്ടൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എത്രയാണ്, ലേബേഴ്സ് എത്ര ഉപയോഗിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെ എക്സ്പെൻസുകളാണ് ഉണ്ടായത്, ഓവർ ഹെഡുകൾ എന്തൊക്കെയാണ് ഉണ്ടായത്, അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഷീറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ കോസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതായത് എന്തുവാണ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഈ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ പബ്ലിഷ് ചെയ്യേണ്ട ഒന്നല്ല. നമ്മുടെ മാനേജ്മെൻറ്റിന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോസ്റ്റ് ഷീറ്റുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് അതിൽ അല്ലെങ്കിൽ ഒരു ഇയർ എൻഡിൻ്റെ അവസാനത്തിൽ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. കാരണം എപ്പോഴാണോ മാനേജ്മെൻറ്റിന് അത് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ഓരോ വർഷത്തിൻ്റെയും ഇയർ എൻഡിൽ ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം, അതെന്താണ് നിർബന്ധമാണ്. പക്ഷേ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് അങ്ങനെയില്ല. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ കോസ്റ്റ് ഷീറ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോയും അതിനകത്ത് വരുന്ന എലമെന്റ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ഒന്ന് രണ്ട് പ്രോബ്ലംസ് വരികയാണെങ്കിൽ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനേക്കായി വാസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഷീറ്റ് A cost sheet is a statement prepared to show the different elements of cost. എന്താണ് കോസ്റ്റിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക, എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഷോ ദി ഡിഫറൻസ് എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി എലമെന്റ് ഓഫ് ഇൻകേർഡ് ഇൻ പ്രൊഡക്ഷൻ arranged in a logical order under different headers such as material, labor, overhead, prepared at a short interval of time. എന്താ പറഞ്ഞത്? നമുക്ക് ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന കോസ്റ്റുകളെ ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് എന്താണ് അത് കാണിക്കുന്ന ആ ഒരു, അതായത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കോസ്റ്റുകളാണോ ഉണ്ടായത് അത് ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏത് എന്ന് പറയുന്നത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അവിടെ പല ഹെഡുകൾ വരും. എന്തൊക്കെയാകാം? എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽസ്, ലേബർ, ഓവർ ഹെഡ്സ്, ഇതുപോലെയുള്ള പല ഹെഡുകളായിട്ട് തിരിച്ച് ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏത് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിനകത്ത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഇങ്ങനെ പല തരത്തിലുള്ള എന്താണ് എലമെന്റ്സുകളാണ് ഉൾപ്പെടുന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് പറയാം എന്താണ്, നമുക്ക് ടോട്ടൽ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ ഒരു ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. പ്രിലിംസിന് വന്ന ക്ലാസ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് ഉണ്ട്, എക്സ്പെൻസുകളുണ്ട്. ഓക്കെ, ഇവ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ,
ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇതുപോലെ തന്നെയാണ് ഓരോന്നിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ലേബർ ആണെങ്കിൽ ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. അതുപോലെ തന്നെ എക്സ്പെൻസ് ആണ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇങ്ങനെ നമ്മൾ കോസ്റ്റിനെ അല്ലെങ്കിൽ ഓരോ ഐറ്റത്തെയും ക്ലാസിഫൈ ചെയ്യും. അതിൽ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായാലും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ഓവർ ഹെഡ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഓവർ ഹെഡ് എന്ന് പറയുന്നത് അതാണ്. മറന്നു പോകരുത്. എന്താണ്, നമ്മൾ കോസ്റ്റിനകത്ത് നമ്മുടെ കോസ്റ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, എക്സ്പെൻസുകളുണ്ട്. അതായത് ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വരും, ലേബർ കോസ്റ്റ് വരും, എക്സ്പെൻസ് വരും. അതിനെ തന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഇൻഡയറക്റ്റ് എല്ലാം കൂടെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇവയെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്, ഇറ്റ് മേ ബി ഡിഫൈൻഡ് as the detailed statement of the element of cost എന്നാണ് കേട്ടോ. എലമെന്റ് ഓഫ് കോസ്റ്റ് incurred in production arranged in a logical order under different heads such as material, labor and overhead prepared at a short interval of time. ഒരു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കോസ്റ്റുകളെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുകയാണ്. അതെങ്ങനെയായിരിക്കണം, ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഡിഫറെന്റ് ഹെഡുകളായിട്ട് തിരിച്ചിട്ടായിരിക്കണം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞത്. നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് സച്ച് ആസ് എ വീക്ക്, എ മന്ത്, എ ക്വാർട്ടർ ഓർ എ ഇയർ. അതായത് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിലേക്കാണ്. ഒന്നെങ്കിൽ അതൊരാഴ്ചയാകാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളതാകാം, അല്ലെങ്കിൽ ക്വാർട്ടറിലാകാം, ഹാഫ് ഇയർ ആകാം, ഇയർ ആകാം. അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലേക്കാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ദസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഡിസൈൻഡ് ടു ഷോ ദി ഔട്ട്പുട്ട് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡ് അലോങ് വിത്ത് ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ്. എന്താണ്, നമുക്കൊരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡിൽ നമ്മൾ എത്രമാത്രം ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിലവിൽ ഉള്ള നമ്മുടെ കോസ്റ്റുകളെ ഡിഫറെന്റ് ഹെഡ് ആക്കുക. അതാണ് നമ്മൾ പറഞ്ഞത് ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ്. പല പല എലമെന്റ് ആക്കുക അല്ലെങ്കിൽ പല പല ഹെഡിലാക്കി കാണിക്കുക. ഇതൊക്കെയാണ് എവിടെ വരുന്നത്, ഒരു കോസ്റ്റ് ഷീറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകളെ പല ഹെഡുകളായിട്ട് തിരിച്ച് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഷീറ്റിന്റെ കമ്പോണൻസ് ആണ്. എന്തൊക്കെ കമ്പോണൻസുകൾ ചേർന്നതാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് നമുക്കറിയണം. അതായത് പല ഹെഡുകളാക്കി ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ലോജിക്കൽ ഓർഡറിൽ ഹെഡുകളാക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ പ്രൈം കോസ്റ്റ് കാണാം. പ്രൈം കോസ്റ്റ് കാണുന്നത് പല കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ്. എന്തൊക്കെയായിരിക്കും പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇപ്പം മെറ്റീരിയലിനെ ലേബർ, എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ ഇതിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതും എന്താണ്, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. പിന്നീട് നമ്മൾ എക്സ്പെൻസിന്റെ കേസും പറഞ്ഞു, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റുകളെല്ലാം കൂടെ ഫോം ചെയ്യുന്നത് എന്താണ്, ഓവർ ഹെഡ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റുകളെല്ലാം കൂടെ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇവ മൂന്നും കൂടെ ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്താണ്, ദ CIMA ലണ്ടൻ ഡിഫൈൻസ് പ്രൈം കോസ്റ്റ് ആസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂടി ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെറ്റീരിയൽ നമുക്കറിയാലോ. അതായത് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏതെന്ന് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പൊ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അങ്ങനെ അല്ലാത്ത മെറ്റീരിയൽസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫർണിച്ചർ മേക്കിംഗ് ബിസിനസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഫർണിച്ചറിന് വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്ന വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് എന്തായിരിക്കും? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, അതായത് എത്ര കോസ്റ്റ് അതിന് വേണ്ടിയിട്ടായി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ സെയിം ബിസിനസിന്റെ കാര്യം തന്നെ പറയുന്നു. ഫർണിച്ചറിന് വേണ്ടിയിട്ടുണ്ടാകുന്ന തടി എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. എന്നാൽ ആ തടികൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഗ്ലൂ ചെയ്യേണ്ടി വരും അല്ലേ, പശ വേണ്ടി വരും. അപ്പോൾ ഒരു കുപ്പി പശ വാങ്ങിച്ചിട്ട് ഇത്ര തന്നെ കറക്റ്റ് എമൗണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് 10 രൂപയുടെ പശ തേച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ വലിയൊരു കുപ്പിയിൽ വാങ്ങിക്കുന്നു, അത് എല്ലാത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ കുപ്പിയിലിരിക്കുന്ന പശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത പശ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഡയറക്റ്റ് ട്രേസബിൾ അല്ല. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ലേബർ ആയാലും എക്സ്പെൻസ് ആയാലും ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതിനെ ഡയറക്റ്റ് എന്നും അതുപോലെ തന്നെ അല്ലാത്തതിനെ ഇൻഡയറക്റ്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രൈം കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ മൂന്നും കൂടെ ചേരുന്നതാണ് ഏത് എന്ന് പറയുന്നത്? നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. എന്താണ്? നമ്മൾ ഈ പറഞ്ഞ 3 ഡയറക്റ്റുകളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ഇത്രയാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റിലെ ആദ്യത്തെ എലമെന്റ് ആണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അതായത് ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡന്റിഫൈഡ് ഇൻ ദി പ്രോഡക്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ക്ലിയർ ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ജോബിലോ ഒരു കോസ്റ്റ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ ക്ലിയർ ആയിട്ട് ട്രേസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ ആണ് ഏതെന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CIMA, ലണ്ടൻ ഡിഫൈൻസ് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എൻറ്ററിംഗ് ഇൻ ടു ആൻഡ് ബിക്കമിംഗ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സെയിലബിൾ സർവീസ് ആൻഡ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈഡ് സെപ്പറേറ്റ്ലി ഇൻ പ്രോഡക്റ്റ് കോസ്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ അത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു എലമെന്റുമാണ് എങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ഇതാരുടെ ഡെഫിനിഷൻ ആണ്? CIMA ലണ്ടൻ ഡിഫൈൻ ചെയ്തതാണ്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തരില്ല. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും പുതിയ പർച്ചേസും തരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം പഴയ ഇരിക്കുന്ന സ്റ്റോക്കിന്റെ കൂടെ പുതുതായിട്ട് വാങ്ങിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ അവസാനം, അതായത് ഇയർ എൻഡിന്റെ സമയത്ത് മിച്ചം ഇരിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതായിരിക്കുമല്ലോ ഉപയോഗിച്ചത്. ഓപ്പണിംഗിൽ ആദ്യം ഉപയോഗിക്കും, പിന്നീട് പുതുതായിട്ട് പർച്ചേസ് ചെയ്തത് ഉപയോഗിക്കും, ക്ലോസിംഗിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.